എപ്പോഴും ചിക്കൻ ഒരേ രീതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിക്കോളൂ. ഞാനുണ്ടല്ലോ ചിക്കൻ കടായി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. വഴണ്ട് വരുമ്പോഴല്ലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ അത്യാവശ്യമൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോണ്ടല്ലോ തക്കാളി ഇതാ നടു കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. തക്കാളി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളും. എന്നിട്ടുണ്ടല്ലോ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം തക്കാളി ഒരു 5 മിനിറ്റ് കൊണ്ട് കുക്കായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്നങ്ങ് അതിൻ്റെ തൊലി ഒന്നങ്ങ് കളഞ്ഞെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ തൊലി ഇങ്ങ് പോരും നമ്മൾ എന്തെങ്കിലും ഒന്ന് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ സംഭവം ഒന്നും വേണ്ട, നിങ്ങളൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ആ തൊലി ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടുണ്ടല്ലോ നമുക്കിത് നന്നായിട്ട് തന്നെ ഒരു കയ്യിൽ വെച്ച് ഒന്നങ്ങ് ഉടച്ചു കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത കാരണം പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഉടച്ചെടുത്തതിന് ശേഷം വീണ്ടും ഞാനൊന്ന് അടച്ചു വെച്ചൊന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി വീണ്ടും അതിൽ കിടന്നൊന്ന് കുക്കായിട്ട് വരട്ടെ. എന്നിട്ടുണ്ടല്ലോ നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് ഈ പൊടികളുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പോളം നല്ല പുളിയില്ലാത്ത തൈരുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ചിക്കനൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് അത്യാവശ്യം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞതും പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയിലയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നങ്ങ് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ സംഭവം സെറ്റായി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടായി ചിക്കൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.